ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ഗവേഷകനാണെന്ന് വിചാരിക്കുക. രണ്ട് ഗ്രൂപ്പുകളെ തമ്മിൽ താരതമ്യം ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ ഗ്രൂപ്പുകൾ ഒരുപോലെ അല്ലെങ്കിലോ? അവിടെയാണ് അൻകോവ എന്ന് പറയുന്ന ഒരു സൂപ്പർ ടൂൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. പക്ഷെ നിൽക്കൂ, ഈ ടൂൾ അങ്ങനെ അങ്ങെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ കണ്ടെത്തലുകൾ മൊത്തം തെറ്റായിപ്പോകും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ നിർണായകമായ ചെക്ക്ലിസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്? ആദ്യം എന്താണ് ഈ അസമമായ കളിസ്ഥലം എന്ന് നോക്കാം. പിന്നെ ANCOVA എങ്ങനെയാണ് ഇതിനെ ഒരുപോലെയാക്കുന്നത് എന്ന് കാണാം. അതിനുശേഷം ലീനിയാരിറ്റി, സമാന്തര സ്ലോപ്പുകൾ, പിന്നെ അനോവയിൽ നിന്ന് കടമെടുത്ത ചില നിയമങ്ങൾ, ഇതൊക്കെ എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കും. റെഡിയല്ലേ? ശരി, നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. നിങ്ങളൊരു ഗവേഷകനാണെന്ന് സങ്കൽപ്പിക്കൂ. 2 പുതിയ ടീച്ചിംഗ് മെത്തേഡ്സ് ടെസ്റ്റ് ചെയ്യണം. ഏതാണ് നല്ലതെന്ന് അറിയണമല്ലോ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഗ്രൂപ്പിലെ കുട്ടികൾക്ക് മറ്റേ ഗ്രൂപ്പിനേക്കാൾ കുറച്ചുകൂടി മാർക്ക് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത് ശരിയാണോ? ന്യായമാണോ? ഇനി ഈ ഡേറ്റ ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിന്റെ ശരാശരി IQ 113.08 ആണ്. രണ്ടാമത്തേതിന് 111.17. ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? പക്ഷേ പഠനനിലവാരത്തിന്റെ സ്കോറും അതുപോലെ വ്യത്യാസമുണ്ട്. നമ്മൾ വെറുതെ ഈ പഠനനിലവാരം മാത്രം നോക്കിയാൽ ഒരുപക്ഷെ കാര്യമായ വ്യത്യാസം കാണില്ല. പക്ഷെ ശരിക്കും അവിടെ പ്രശ്നം അതല്ല. ഒന്നാമത്തെ ഗ്രൂപ്പിന് തുടക്കം മുതലേ ഒരു മുൻതൂക്കം, ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ശരിയായൊരു താരതമ്യം നടത്തുക? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫെയറായ താരതമ്യം നടത്താൻ പറ്റും? എങ്ങനെ ഈ കളിസ്ഥലം ഒന്ന് ഒരുപോലെയാക്കാം? ഇതിനുള്ള ഉത്തരമാണ് ANCOVA. അപ്പോൾ എന്താണ് ഈ ANCOVA? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ഈ കളിസ്ഥലം ലെവൽ ചെയ്യുന്ന ഒരു സൂപ്പർ ടൂൾ, അനാലിസിസ് ഓഫ് കോവേരിയൻസ്. ഇത് ശരിക്കും ഒരു വോട്ട് ഇഫ് മെഷീൻ പോലെയാണ്. അതായത് എല്ലാ ഗ്രൂപ്പിലെ കുട്ടികൾക്കും തുടക്കത്തിൽ ഒരേ ശരാശരി IQ ആയിരുന്നെങ്കിൽ അവരുടെ പഠന നിലവാരം എങ്ങനെയിരിക്കും എന്ന് ANCOVA നമുക്ക് കണക്കാക്കി തരും. അത്ഭുതമല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ആ തുടക്കത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം അങ്ങ് മാറും. പിന്നെ നമുക്ക് കിട്ടുന്നത് ആ ടീച്ചിംഗ് മെത്തേഡിന്റെ മാത്രം യഥാർത്ഥ ഇഫക്റ്റായിരിക്കും. കളിസ്ഥലം ഒരുപോലെയായി. പക്ഷേ ഇത്രയും പവർഫുള്ളായൊരു ടൂൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മളൊരു പ്രീ ഫ്ലൈറ്റ് ചെക്ക്ലിസ്റ്റ് പോലെ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഈ ചെക്ക്ലിസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വിശകലനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ക്രാഷ് ആവും. നമ്മുടെ കണ്ടെത്തലുകൾക്ക് ഒരു വിലയുമില്ലാതെയാവും. അപ്പോൾ ആ ചെക്ക്ലിസ്റ്റിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു നിയമം ലീനിയാരിറ്റി. അതായത് നമ്മുടെ കോവേരിയേറ്റും, ഇവിടെ അത് IQ ആണ്, ഔട്ട്കം വേരിയബിളും, അതായത് പഠന നിലവാരവും തമ്മിലുള്ള ബന്ധം ഒരു നേർരേഖ പോലെ ആയിരിക്കണം. ഇവിടെ നോക്കൂ, നിയമം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? IQ കൂടുമ്പോൾ പഠന നിലവാരവും ഒരുപോലെ കൂടുന്നു, ഒരു നേർരേഖ പോലെ. പക്ഷേ വലതുവശത്ത് നോക്കി, ആ ബന്ധം വളഞ്ഞാണിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ANCOVA നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ തെറ്റായിപ്പോകും. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ കണക്കുകൂട്ടലുകളുടെ അടിത്തറ തന്നെ തെറ്റും. ഓക്കെ, അപ്പോൾ ലീനിയാരിറ്റിയുടെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഒരുപക്ഷേ ANCOVAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് തന്നെ ഇതിനെ പറയാം. അതാണ് പാരലൽ സ്ലോപ്സ് റൂൾ, അഥവാ സമാന്തര സ്ലോപ്പുകളുടെ നിയമം. എന്താണത്? വളരെ ലളിതമാണ്. നമ്മുടെ ഉദാഹരണത്തിൽ IQവും പഠന നിലവാരവും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. ആ ബന്ധം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന 2 ടീച്ചിംഗ് മെത്തേഡ് ഗ്രൂപ്പുകളിലും ഒരുപോലെ ആയിരിക്കണം. അതായത് ഒരു ഗ്രൂപ്പിൽ IQ കൂടുമ്പോൾ പഠന നിലവാരം കൂടുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കണം മറ്റേ ഗ്രൂപ്പിലും സംഭവിക്കേണ്ടത്. ഇവിടെ നോക്കൂ, നിയമം പാലിക്കുമ്പോൾ 2 ഗ്രൂപ്പുകളുടെയും റിഗ്രഷൻ ലൈനുകൾ റെയിൽവേ ട്രാക്ക് പോലെ സമാന്തരമായി പോകുന്നത് കണ്ടോ? ഇതിനർത്ഥം IQവിന്റെ സ്വാധീനം 2 ഗ്രൂപ്പിലും ഒരുപോലെയാണ്. പക്ഷേ നിയമം ലംഘിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ലൈനുകൾ സമാന്തരമല്ല, അവ ചിലപ്പോൾ കൂട്ടിമുട്ടാം. ഇതിനർത്ഥം നമ്മുടെ ടീച്ചിംഗ് മെത്തേഡ് തന്നെ IQ കൂടിയ കുട്ടികളെയും കുറഞ്ഞ കുട്ടികളെയും വേറെ വേറെ രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നാണ്. ഇതിനെ ഇൻട്രാക്ഷൻ എന്ന് പറയും. ഇങ്ങനെയൊരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ANCOVA ഉപയോഗിക്കാൻ പാടില്ല. അത് ഫലം തരില്ല. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വളരെ വ്യക്തമായി പറയുന്നത്, റിഗ്രഷൻ സ്ലോപ്പുകളുടെ ഈ ഹോമോജീനിറ്റി എന്ന നിയമം പാലിക്കുന്നില്ലെങ്കിൽ ANCOVA ഒരു ഓപ്ഷനേ അല്ല. ഇതത്രയും കർശനമായൊരു നിയമമാണ്. തീർന്നില്ല. ANCOVA എന്ന് പറയുന്നത് ENOVAയുടെ ഒരു കുടുംബക്കാരനാണ്. അതുകൊണ്ട് തന്നെ ENOVAയുടെ കുറച്ച് അടിസ്ഥാന നിയമങ്ങൾ ANCOVAയ്ക്കും കിട്ടിയിട്ടുണ്ട്. അതെ, ഈ 3 നിയമങ്ങൾ: 1. ഇൻഡിപെൻഡൻസ് ഓഫ് ഒബ്സർവേഷൻസ്, അതായത് ഓരോ ഡേറ്റാ പോയിന്റും സ്വതന്ത്രമായിരിക്കണം, ഒരാളുടെ സ്കോർ മറ്റൊരാളെ ആശ്രയിക്കരുത്. 2. നോർമാലിറ്റി, അതായത് നമ്മുടെ മോഡലിലെ തെറ്റുകൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാലിക്കണം. 3. ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ്,
അതായത് എല്ലാ ഗ്രൂപ്പുകളിലും ഡേറ്റയുടെ വ്യാപനം ഏകദേശം ഒരുപോലെയായിരിക്കണം. ഇതൊക്കെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുടെയും അടിത്തറയാണ്. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഈ നിയമങ്ങൾക്കൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം ഇത് വെറും റൂൾസ് മാത്രമല്ല. ഈ നിയമങ്ങൾ നിങ്ങളുടെ ഗവേഷണത്തിന്റെ ആത്മാവാണ്. ഇവ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾക്ക് ഒരു വിശ്വാസ്യതയും ഉണ്ടാകില്ല. ഒന്നോർക്കുക, ഇത് തെറ്റുന്നത് വെറുമൊരു കണക്കിലെ പിഴവല്ല, നിങ്ങൾ എത്തുന്ന നിഗമനം തന്നെ തെറ്റായിപ്പോകും. ഈ നിയമങ്ങൾ നമ്മൾ അവഗണിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒന്നാമതായി, ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തെറ്റാകും. രണ്ടാമതായി, നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക് അതായത് ടെസ്റ്റിന്റെ റിസൾട്ട് വിശ്വസിക്കാൻ കൊള്ളാത്തതാകും. അവസാനം എന്ത് സംഭവിക്കും? നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന നിഗമനങ്ങളിൽ എത്തും. ഒരുപക്ഷേ ഇല്ലാത്ത ഒരു എഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയും, അല്ലെങ്കിൽ ശരിക്കും ഉള്ള ഒരു ഇഫക്റ്റ് നിങ്ങൾ കാണാതെ പോകും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ എൻകോവ പോലുള്ള ഒരു പവർഫുൾ ടൂൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ സ്വയം ഈയൊരു ചോദ്യം ചോദിക്കുക: തെറ്റായി ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഉപകരണം ഒരു ഉപകരണവും ഇല്ലാത്തതിനേക്കാൾ അപകടകരമല്ലേ? ചിന്തിച്ചു നോക്കൂ.